ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒരു ഒരു പ്രവചനം നടത്താനുണ്ടോ ശ്രീ ടി പി രാമകൃഷ്ണൻ? എത്ര വോട്ട് എന്ന് ചോദിച്ചാൽ? അല്ല, അതിപ്പോൾ ഞാൻ ജനാധിപത്യ ബോധത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ നാളെ നടക്കാൻ പോകുന്ന ജനവിധി ഇന്നതാണ് എന്ന് ഞാൻ പ്രവചിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്നുള്ള സാഹചര്യമാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയം ആ മണ്ഡലത്തിൽ ഉറപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ശ്രീ ടി പി, കോഴിക്കോട് ജില്ലയിൽ എത്ര സീറ്റ് LDF-നൊപ്പം നിൽക്കും? എന്താണ് പ്രതീക്ഷ? അങ്ങനെ ഇപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് ജില്ലയിൽ പൊതുവെ നല്ല നിലയിൽ വിജയം കൈവരിക്കുമെന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുള്ളതാണ്. UDF വിജയിച്ചത് 2 സീറ്റാണ്. UDF ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ആ നിലയിൽ ഇപ്പോൾ കോൺഗ്രസിന് ദീർഘകാലമായി പ്രാതിനിധ്യം കോഴിക്കോട് ജില്ലയിലില്ല. ഇത് വീണ്ടെടുക്കുന്നതിന് തെറ്റായ പ്രചാരവേല, കള്ളപ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് UDF-ൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു പ്രവചനം നടത്തുക എന്ന് പറയുന്നത് ഇത് ശരിയല്ല. അത് ജനങ്ങളുടെ ഈ ജനാധിപത്യ ബോധത്തെ തന്നെ പരിഹാസ്യമാക്കുന്ന നിലയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എത്ര സീറ്റ് എന്നുള്ളത് പറയാൻ എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിൽ പോലും അത് പ്രവചിക്കാൻ ഞാൻ തയ്യാറാണ്. ശ്രീ ടി പി രാമകൃഷ്ണൻ, അങ്ങിപ്പോൾ ഈ പറയുന്ന വർഗീയമായ പ്രചാരണം UDF നടത്തിയെന്ന് പറയുമ്പോഴും അങ്ങേക്കായുള്ള പ്രചാരണ വാഹനത്തിൽ നിന്ന് ഉയർന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങയുടെ അറിവോടെയല്ല എന്നുള്ള കാര്യം അങ്ങ് വിശദീകരിച്ചതാണ്. പക്ഷേ തിരിച്ച് അങ്ങും ഒരു പരാതി കൊടുക്കുന്നു. ഈ പേരാമ്പ്രയിലെ തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ സാധ്യത? അല്ല, അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ എന്നോട് വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് അവർ ചോദിക്കേണ്ടായി. അതിന് ഞാൻ വ്യക്തമായ വിശദീകരണം കൊടുത്തു. അത് പരിശോധിക്കുന്നതിനും അന്വേഷണം നടത്തുന്നതിനും കലക്ടർ ഉത്തരവിട്ടു. ആ അന്വേഷണ റിപ്പോർട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ തെറ്റില്ല, ചട്ടങ്ങളുടെ ലംഘനമുണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു പരാമർശവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടില്ല. എൻ്റെ വാഹനത്തിൽ ഉപയോഗിച്ച അനൗൺസ്മെൻറ്റിൻ്റെ രേഖകൾ ഇപ്പോഴും അവിടെ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലുണ്ട്. അത് ആരുടെ മുമ്പിൽ ഹാജരാക്കുന്നതിനും ആരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നതിനും ഞങ്ങളെതിരല്ല.